MA Sons Golden Diamonds. KSRTC ബസ്സുകളിൽ വനിതകൾക്ക് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്ക് പെരിന്തൽമണ്ണയിൽ വൻ വരവേൽപ്പ്. KSRTC ഡിപ്പോയിൽ നജീബ് കാന്തപുരം MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ പെരിന്തൽമണ്ണയ്ക്കാണ് പ്രിയദർശിനി പദ്ധതിയുടെ കൂടുതൽ നേട്ടം. സാധാരണക്കാർക്ക് വേണ്ടി തന്നെയാണ് ഗവൺമെന്റ് ഈ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയ ആഘോഷത്തോടു കൂടിയാണ് പെരിന്തൽമണ്ണയിൽ ഈ ഒരു പദ്ധതിയെ വരവേൽക്കാൻ വേണ്ടി ജനങ്ങൾ എത്തിയത്, സ്ത്രീകൾ എത്തിയത്. നമ്മുടെ UDF നേതാക്കന്മാരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പദ്ധതി ജനോപകാരപ്രദമായ ഒരു പദ്ധതിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ അഭ്യസ്തവിദ്യരായ സ്ത്രീകൾ പോലും വളരെ തുച്ഛമായ ശമ്പളത്തിനാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അർഹമായൊരു ശമ്പളം കിട്ടുന്ന സാഹചര്യം പോലും ഇല്ല. എന്നിട്ടും അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ കഷ്ടപ്പാട് കൊണ്ടാണ്. അപ്പം അതിൽ നിന്ന് ഏകദേശം വലിയൊരു തുക യാത്രക്കായി മാറ്റിവെക്കുന്നത് ഇല്ലാതെയാക്കാനും അത് അവരുടെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടുള്ള വളർച്ചയിലൊക്കെ പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്. സാധാരണക്കാരായ സ്ത്രീകൾക്കും അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന നമ്മളെ സാധാരണക്കാരായ സ്ത്രീകൾ ജോലി ചെയ്യുന്നവർക്കും ഈ ഒരു സൗജന്യ യാത്ര എന്തുകൊണ്ടും ഉപകാരപ്രദമാണ്. കാരണം 10,000-നും 15,000-നും ഒക്കെ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്ക് ഇത് എന്തുകൊണ്ടും നല്ലൊരു ഉപകാരപ്രദമാണ്. ഈ സർക്കാരിന് എൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊള്ളുന്നു. ഇപ്പൊ ഒന്നും വേണ്ട, ഞാൻ ഇപ്പൊ എന്റെ മോളെടുത്ത് വന്നാണ് ഇവിടെ. എന്റെ മോളെ അങ്ങോട്ടാ കെട്ടിച്ചിക്കണേ. ഇപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോവാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ നമുക്ക് KSRTC വന്നു കഴിഞ്ഞാൽ എനിക്ക് പൈസ ഇല്ലെങ്കിലും എന്റെ വീട്ടിലെത്താൻ നല്ലൊരു സമാധാനം നമുക്കുണ്ട്. അപ്പൊ ഗവൺമെന്റ് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് വലിയ ഉപകാരമാണ്. സ്ത്രീകളെ ശ്രദ്ധിച്ച് പ്രത്യേകിച്ചും നല്ലൊരു ഉപകാരമാണ്. ജനപക്ഷ സർക്കാരിന് അഭിവാദ്യം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം കമ്മിറ്റി അഭിവാദ്യം അർപ്പിക്കുകയാണ്. KSRTC ബസ്സുകളിൽ വനിതകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കുമായി നടപ്പിലാക്കിയ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി പെരിന്തൽമണ്ണയിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരും UDF പ്രവർത്തകരും ആവേശത്തോടെയാണ് വരവേറ്റത്. UDF സർക്കാർ പ്രഖ്യാപിച്ച പ്രിയദർശിനി പറഞ്ഞ സമയത്ത് തന്നെ നടപ്പാക്കിയതിൽ സന്തോഷം പ്രകടിപ്പിച്ച് മധുരം വിതരണം ചെയ്തു. പെരിന്തൽമണ്ണയിൽ വിവിധ റൂട്ടുകളിൽ 23 ബസ്സുകളിൽ സൗജന്യ യാത്രാ സൗകര്യം ലഭിക്കും. KSRTC ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ ഫ്ളാഗ് ഓഫ് നിർവഹിച്ച് നജീബ് കാന്തപുരം MLA സൗജന്യ യാത്രാ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ബസ് യാത്രകളിൽ KSRTCയെ കൂടുതൽ ആശ്രയിക്കുന്നത് വനിതകളാണെന്നും ഇത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ജനോപകാരപ്രദമായ പദ്ധതിയാണെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. 23 സർവീസുകളാണ് ഇപ്പോൾ KSRTCയിൽ സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട ഒരു കാര്യം, സ്ത്രീകൾക്ക് എല്ലാവർക്കും സൗജന്യം വേണോ എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ബസ് ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏറ്റവും ചെറിയ വരുമാനത്തിന് ജോലി ചെയ്യുന്ന, നമ്മുടെ സെയിൽസ് ഗേൾസ് ആയിട്ട് ജോലി ചെയ്യുന്ന, കടകളിൽ ജോലി ചെയ്യുന്ന, 10,000 രൂപക്ക് താഴെ ശമ്പളം വാങ്ങുന്ന എത്രയോ സ്ത്രീകളാണ്. അതേ സമയത്ത് നല്ല ശമ്പളമുള്ള ആളുകൾ കാർ ഉപയോഗിച്ചാണ് ഓഫീസിൽ പോകുന്നത്. അതിൽ കുറഞ്ഞ ശമ്പളമുള്ള ആളുകൾ ബൈക്കോ സ്കൂട്ടിയോ ഉപയോഗിച്ചിട്ടാണ് സ്ത്രീകളൊക്കെ ഓഫീസുകളിൽ കൂടുതലും പോകുന്നത്. എന്നാൽ ഏറ്റവും താഴെ തട്ടിലുള്ള സ്ത്രീകൾക്ക് അവരുടെ വരുമാനത്തെയും ബജറ്റിനെയുമാണ് ഇത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീകൾക്കൊരു ഗുണം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് പുരുഷന്മാർക്ക് കൂടിയുള്ള ഗുണമാണ്. കാരണം നമ്മുടെ ഫാമിലി ബജറ്റിനെയാണ് അത് ശക്തിപ്പെടുത്താൻ പോകുന്നത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ സുരയ്യ ഫാറൂഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി നാലകത്ത് സൂപ്പി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ, KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജ്, മണ്ഡലം ലീഗ് നേതാക്കളായ AK നാസർ, S അബ്ദുൾ സലാം, മണ്ഡലം UDF ചെയർമാൻ MM സക്കീർ ഹുസൈൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരനിക്കൽ ആനന്ദൻ, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ C നിഷിൽ, ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ PP റിയാസ്, വെഹിക്കിൾ സൂപ്പർവൈസർ മനോജ് ലാക്കയിൽ, അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ K സുനിൽകുമാർ, സൂപ്രണ്ട് ബീന തുടങ്ങിയവരും പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും നിരവധി UDF പ്രവർത്തകരും ഉദ്ഘാടനത്തിന് എത്തിയിരുന്നു. KSRTCയിലെ UDF അനുകൂല സർവീസ് സംഘടനകളും പദ്ധതിയെ സ്വാഗതം ചെയ്ത് ഉദ്ഘാടനം ആഘോഷമാക്കി. ആദ്യ തീരുമാനമാണ് ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കുക എന്നത്. അത് നമുക്ക് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ എല്ലാവരും വളരെയേറെ ആഹ്ലാദത്തോടെയാണ് ഈ പരിപാടിയിൽ എല്ലാം പങ്കെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, പെരിന്തൽമണ്ണയിൽ 23ഓളം സർവീസ്, ഏറ്റവും കൂടുതൽ ആളുകൾക്ക്, വിദ്യാർത്ഥിനികൾക്ക്, ജോലി ചെയ്യുന്ന വനിതകൾക്ക്, യാത്രക്കാർക്കൊക്കെ ഏറ്റവും കൂടുതൽ സൗകര്യം കിട്ടുന്ന ഒരു ഡെപ്പോ ആയി പെരിന്തൽമണ്ണ മാറി എന്നതാണ് നമുക്ക് പെരിന്തൽമണ്ണക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരു വിഷയമാണ്. സംസ്ഥാന തലത്തിൽ ഇന്നത് മുഖ്യമന്ത്രി ബഹുമാന്യ VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുന്ന ഈ മഹത്തായ പദ്ധതി കേരളത്തിലെ
വിവിധ സർക്കാരുകൾ UDF ആണെങ്കിലും LDF ആണെങ്കിലും മാറി മാറി വന്ന വിവിധ സർക്കാരുകൾ ഇന്നേ വരെ പരീക്ഷിക്കാത്ത ഒരു വലിയ ധീരമായ ഒരു നടപടിയിലേക്കാണ് UDFന്റെ ഗവൺമെന്റ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ കടന്നുപോയിട്ടുള്ളത്. നമുക്കറിയാം, പ്രകടന പത്രികയിൽ എല്ലാ മുന്നണികളും ഓരോ വാഗ്ദാനങ്ങൾ നൽകുന്നതെങ്കിലും പലതും നടപ്പിലാക്കാറില്ല. പലതും നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ തന്നെ പാതിയെ നടപ്പിലാക്കാറുള്ളൂ. അത് തന്നെ ആ ഗവൺമെന്റിന്റെ കാലാവധി കഴിയാൻ നേരത്ത് പുതിയ മാറി വരുന്ന സർക്കാരിന്റെ പെടലിക്ക് വലിയൊരു സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്ന തരത്തിലേക്ക് വേണ്ടി മാറ്റിവെക്കാറാണ് പതിവ്. ഇത് പതിവിന് വിപരീതമായി പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളും ബഹുമാനനായ രാഹുൽ ഗാന്ധി കൊച്ചിയിൽ വന്ന് പ്രഖ്യാപിച്ച ഈ പ്രിയദർശിനി പദ്ധതിയിൽ 5 ഇന പദ്ധതിയിൽ 2-3 എണ്ണം ഏറ്റവും ഫസ്റ്റ് ബഡ്ജറ്റ് ക്യാബിനറ്റിൽ തന്നെ ആദ്യ ഫയലായി ഒപ്പുവെച്ചത് കേരളത്തെയും ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകളെയും ഞെട്ടിക്കുന്ന തരത്തിലും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട തൊഴിലാളികൾക്ക് ഏറ്റവും വലിയ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും സാമ്പത്തികമായി വലിയ നേട്ടം ഉണ്ടാക്കുന്നതുമായ ഒരു മഹത്തായ പദ്ധതിക്കാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. UDF സർക്കാരിന്റെ ഡ്രീം പ്രൊജക്റ്റായ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി KSRTCയിലെ തൊഴിലാളികൾ സർവ്വന സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് KSRTCയുടെ മുഖച്ഛായ തന്നെ മാറാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് KSRTC മാറാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സർവ്വന എല്ലാ യൂണിയൻകാരും ഇതിനെ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തൊഴിലാളികളുടെ ഇടയിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യങ്ങളാണ്. UDF കൊണ്ടുവന്ന ഈ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, പാവപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ചെറിയ കൂലിക്ക് ജോലി ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമായ കാര്യമാണ്. അതുകൊണ്ട് ഇത് യൂണിയൻ ഇതിനെ സർവ്വന സ്വാഗതം ചെയ്യുന്നു. വനിതാ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ആദ്യമായി സൗജന്യ യാത്ര ചെയ്തു. ചരിത്രപരവും വനിതകൾക്ക് ഏറ്റവും സ്വീകാര്യവുമായ പദ്ധതിയാണ് സർക്കാർ നടപ്പാക്കിയതെന്ന് വനിതകൾ പറഞ്ഞു. സൗജന്യ യാത്രാ പദ്ധതിയിൽ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയ്ക്കാണ് ഏറ്റവും കൂടുതൽ നേട്ടം. 37 സർവീസുകളിൽ 23 ബസ്സുകളിലും സൗജന്യമായി യാത്ര ചെയ്യാം. ടൗൺ ടു ടൗൺ സർവീസുകൾ ഉൾപ്പെടെ പെരിന്തൽമണ്ണ ഡിപ്പോയിൽ നിന്നുള്ള കൂടുതൽ ബസ്സുകളിലും യാത്ര സൗജന്യമായിരിക്കും. ഓർഡിനറി സർവീസുകളിൽ തിരുവിഴാംകുന്നിലേക്ക് 4 ബസ്സുകളിലും 19 ടൗൺ ടു ടൗൺ സർവീസുകളിലും വനിതകൾക്ക് ആനുകൂല്യം ലഭിക്കും. പെരിന്തൽമണ്ണയിൽ നിന്ന് ഗൂഡല്ലൂരിലേക്ക് സർവീസ് നടത്തുന്ന ടൗൺ ടു ടൗൺ ബസ്സുകളിലും വനിതകൾക്ക് യാത്ര സൗജന്യമാണ്. പെരിന്തൽമണ്ണ വഴി കടന്നുപോകുന്ന കോഴിക്കോട് പാലക്കാട്, ഗുരുവായൂർ കോഴിക്കോട്, പൊന്നാനി പാലക്കാട്, മഞ്ചേരി വഴിയുള്ള താമരശ്ശേരി പാലക്കാട് തുടങ്ങിയ ഒട്ടേറെ പ്രധാന TT സർവീസുകളിൽ സൗജന്യം ലഭിക്കുന്നത് ഈ റൂട്ടുകളിലെ സ്ഥിരം വനിതാ യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും. ഇതിനു പുറമെ തൃശൂർ, വയനാട് ഡിപ്പോകളിൽ നിന്ന് നാടുകാണി ചുരം വഴി സർവീസ് നടത്തുന്ന സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ ബസ്സുകളിലും പെരിന്തൽമണ്ണ ഉൾപ്പെടെയുള്ള ജില്ലക്കാർക്ക് അന്തർ സംസ്ഥാന സൗജന്യ യാത്ര നടത്താൻ സാധിക്കും. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.